അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ ഇട്ട് വെച്ച നല്ല മത്തിക്കറിയാണ് കേട്ടോ. അപ്പം എന്താ പറയാ, ഇന്ന് മത്തിക്കറിയും കോമ്പിനേഷനായിട്ട് പുട്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിന് മെയിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയാണ്. ഒരു പച്ചമാങ്ങയൊന്നും വേണ്ട, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റിൽ തന്നെ ഞാൻ കുറച്ച് മത്തി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഒരു പച്ചമാങ്ങയുടെ പകുതി എടുത്തു, പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു പിടി കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ചട്ടി ഒന്ന് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിച്ചെടുത്തു. ശേഷം നമ്മൾ എടുത്ത് വെച്ച ഉരുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുവ ഒന്ന് ബ്രൗണായിട്ട് വരുമ്പോൾ നല്ലോണം ഇതാകാൻ പാടില്ല, കഴിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. കുഞ്ഞുള്ളി ഒന്ന് നല്ലപോലെ ബ്രൗണായിട്ട് വരുമ്പോൾ എടുത്ത് വെച്ച ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ശേഷം കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് കഷ്ണം ഇഞ്ചി എടുക്കാവൂ. ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ച മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പച്ചമാങ്ങ ചേർക്കുമ്പോൾ അധികം പച്ചമാങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പം കുറച്ച് പച്ചമാങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. സൂപ്പർ കറിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമായ അതിൻ്റെയൊക്കെ നല്ല പച്ച മണം മാറുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഒന്ന് അടച്ചു വെക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. മത്തി ഇവിടെ മീഡിയം സൈസ് മത്തിയാണ്. കുഞ്ഞൊന്നും പറയാനില്ല, വലിയതൊന്നും പറയാനില്ല, നല്ല അടിപൊളി മത്തിയാണ്. കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് മത്തി ചേർത്ത് കൊടുത്തു. മത്തി പൊടിയാതെ മെല്ലെ ഇതിങ്ങനെ പതുക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക, നല്ലോണം വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഒരു 2 ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പം മാങ്ങ ചേർത്തുണ്ടാക്കിയ മത്തിക്കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റും, എന്താ പറയുക, നമ്മൾ മൺചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.